പരിശുദ്ധമായ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ കൂടെ ജീവിതം വ്യാപരിക്കുന്നു. ഈ ജീവിതയാത്രയിൽ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും തലങ്ങളിൽ നിന്നുകൊണ്ട് ഒരു കാൽവറിയിലേക്കുള്ള ഒരു യാത്രയുടെ ചില ചിത്രങ്ങളെയാണ് ഓരോ വേദഭാഗവും നമ്മോട് പങ്കുവെക്കുകയും ചെയ്യുന്നത്. പരിശുദ്ധമായ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ പരിശുദ്ധ സഭ ഇന്നേ ദിവസം കനാന്യ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം നൽകിയതുമായി ബന്ധപ്പെട്ട വേദഭാഗത്തെ നമുക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യഭാഗങ്ങളാണ് ഏവങ്കേലിയോൻ ചിന്തകൾക്ക് ആധാരമായി നിലകൊള്ളുകയും ചെയ്യുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും ഉച്ചത്തിലുള്ള ശബ്ദം ഏതാണെന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദമോ കൊടുങ്കാറ്റിൻ്റെ ശബ്ദമോ മറ്റ് പല ശബ്ദങ്ങളോ അല്ല, മറിച്ച് ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ശബ്ദമാണ്. പല ആവർത്തികളായി പലരുടെയും മുമ്പാകെ യാചിച്ച് തൻ്റെ സങ്കടവ്യതകളെ അറിയിച്ച് ജീവിതയാത്ര പേറിയപ്പോൾ താൻ യാചിച്ചത് എന്ത് എന്നതിനും താൻ യാചിച്ചതിനുള്ള മറുപടിയും ലഭ്യമാകാതെ പോകുന്ന സാഹചര്യങ്ങളുമുണ്ട്. ഇന്നത്തെ നമ്മുടെ ചരിത്രം നിലകൊള്ളുന്നത് അപ്രകാരമുള്ള ഒരു നിലവിളിയുടെ മുമ്പിലാണ്. ഒരു വശത്ത് പിശാച് ബാധിച്ച് പിടയുന്ന സ്വന്തം കുഞ്ഞിനെ ഓർത്തുകൊണ്ട് മനോവ്യഥയിലായിരിക്കുന്ന ഒരമ്മ, മറുവശത്ത് ആ കണ്ണുനീർ കണ്ടിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കുന്ന ദൈവപുത്രൻ. ഈ ചിത്രമാണ് എവങ്കേലിയൻ ഭാഗമായിട്ട് നമുക്ക് നൽകുകയും ചെയ്യുന്നത്. ഒറ്റനോട്ടത്തിൽ ഹൃദയശൂന്യമെന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന വേദഭാഗം മനുഷ്യബുദ്ധിക്ക് സങ്കല്പിക്കുവാൻ കഴിയാത്ത തലത്തിലുള്ള ചില ആത്മീയ അർത്ഥങ്ങൾ ഇതിൽ കുടികൊള്ളുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ട ഒരു ചിന്തയും കൂടെ തന്നെയാണ്. ഉറപ്പിക്കട്ടെ, ആ സ്വർഗത്തിലെ ഒരു വലിയ രഹസ്യം ഈ വേദഭാഗത്ത് ഒളിഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു വെറും രോഗശാന്തിയുടെ ഒരു അത്ഭുതത്തിൻ്റെ ഒരു കഥയല്ല, മറിച്ച് സോറിൻ്റെയും സീദോൻ്റെയും പൊടികൾ നിറഞ്ഞ ഇടത്തിൽ നിന്നും കാൽവരിയിലേക്കുള്ള യാത്രത്തിൻ്റെ അപ്പകഷ്ണത്തിൻ്റെ ഒരു യാത്രയാണ്. സോറിൻ്റെയും സീദോൻ്റെയും പൊടികൾ നിറഞ്ഞ ആ വഴികളിൽ നിന്ന് കാൽവരിയിലേക്കുള്ള ഒരു യാത്രയുടെ ചിത്രമാണ് കനാന്യ സ്ത്രീയുടെ വേദഭാഗവും നമ്മളോട് പങ്കുവെക്കുകയും ചെയ്യുന്നത്. നാം ഇന്ന് ചിന്തിക്കുന്നത് ചരിത്രത്തിലെ തന്നെ രണ്ട് വിശേഷപ്പെട്ട മൗനങ്ങളെ പറ്റിയിട്ടാണ്. അതിൽ ഒരു മൗനം സോറിൻ്റെയും സീദോൻ്റെയും പ്രദേശങ്ങളിലായിരുന്ന ക്രിസ്തുവിനെ തേടിയെത്തിയ ഒരു വിജാതീയ സ്ത്രീ തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി ദൈവപുത്രനോട് ആവശ്യപ്പെട്ടപ്പോൾ ആ വേദനയുടെ നടുവിൽ നിന്നുകൊണ്ടുള്ള ഒരു മൗനത്തിൻ്റെ തലം. രണ്ട്, കാൽവരിയിലെ ക്രൂശിൽ പാപഭാരം മുഴുവനും പേറിക്കൊണ്ട് പിടഞ്ഞ ഒരു പുത്രനെ നമുക്കറിയാം. ആ പുത്രൻ്റെ കരച്ചിലിന് മുമ്പിൽ പിതാവാം ദൈവം നൽകിയ മൗനം. ഈ രണ്ട് മൗനങ്ങളും തീവ്രമായിട്ട് ഒന്ന് പരിശോധിക്കപ്പെടേണ്ട ഒന്നുകൂടെ തന്നെയാണ്. അതിരുകളിലെ മൗനവും ഗോൽഗോഥായിലെ മൗനവും എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം ഈ വേദഭാഗം വിവരിക്കുന്നത് ഇങ്ങനെയാണ്.
ഒരു സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ വന്ന് നിലവിളിക്കുകയാണ്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. ഒരു അമ്മയുടെ ഏറ്റവും വലിയ നിസ്സഹായതയുടെ ഒരു തലം. തൻ്റെ മകൾ ഭൂതത്തിൻ്റെ പിടിയിൽപ്പെട്ട് വേദന അനുഭവിക്കുന്ന ആ മാനസികതയുടെ തലത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രനോട് ആവശ്യപ്പെടുകയാണ്, കർത്താവേ, നീ നിന്റെ മക്കൾക്ക് കൊടുക്കുന്ന വലിയ വിരുന്നൊന്നും എനിക്ക് തരണ്ട, ആ മേശയിൽ നിന്ന് വീഴുന്ന ചെറിയ നുറുക്ക് മാത്രം മതി. വലിയ വിരുന്നൊന്നും നീ എനിക്ക് നൽകണ്ട, പകരം ആ മേശയിൽ നിന്ന് വീഴുന്ന ഒരു ചെറിയ നുറുക്ക് മാത്രം മതി എന്നുള്ള ചിന്തയാണ്. ദൈവത്തിൻ്റെ കൃപാകടാക്ഷം സ്വീകരിക്കുവാനുള്ള ഒരു കുറുക്ക് വഴി കൂടിയാണ് ഈ അമ്മ പകർന്നു നൽകുന്നത്. താഴ്മയുടെ ഒരു ഭാവം, വിനയത്തിൻ്റെ ഒരു ഭാവം, വിശ്വാസത്തിൻ്റെ ഒരു ഭാവം ഈ അമ്മ പകർന്ന് നൽകുകയും ചെയ്യുന്നു. സ്നേഹത്തിൻ്റെ സ്വരൂപമെന്നും കരുണയുടെ ഉറവിടമെന്നുമൊക്കെ നാം വിശേഷിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ക്രിസ്തു അവിടെ മൗനം പാലിച്ചു. ക്രിസ്തു അവിടെ മിണ്ടാതെ നിന്നു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കാം അവൻ മൗനം പാലിച്ചത്? എന്തിനു വേണ്ടിയായിരിക്കാം അവൻ മൗനം പാലിച്ചത്? അവളൊരു വിജാതീയ സ്ത്രീ ആയിരുന്നത് കൊണ്ടാണ്? അതോ ഇസ്രായേലിൽ മക്കൾക്ക് മാത്രം സൗഖ്യത്തെ നൽകുമെന്ന ചിന്തയിൽ നിന്നാണ്? ഇത് ഒന്നും തന്നെയാണ്. ആ മൗനത്തിന് വലിയ ഒരു ആന്തരിക തലത്തിലേക്കൊന്ന് യാത്ര ചെയ്യേണ്ടത് ആവശ്യകതയാണ്. സാധാരണയായിട്ട് നാം ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം ആ സ്ത്രീയുടെ വിശ്വാസത്തെ ഒന്ന് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അളക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്തു മൗനം പാലിച്ചു എന്നൊക്കെയാണ്. അതും നല്ല ചിന്തകൾ തന്നെയാണ്. എന്നാൽ യേശു അവിടെ അവൾക്ക് നൽകിയിരിക്കുന്ന മൗനം, ഈ മൗനം യഥാർത്ഥത്തിൽ അവൻ കാൽവരിയിൽ അനുഭവിക്കാൻ പോകുന്ന മൗനത്തിൻ്റെ മുന്നാസ്വാദനമാണ്. യേശു അവിടെ നൽകിയിരിക്കുന്ന മൗനം കാൽവരിയിൽ അവൻ അനുഭവിക്കുവാൻ പോകുന്ന മൗനത്തിൻ്റെ, സ്വീകരിക്കാൻ പോകുന്ന ആ മൗനത്തിൻ്റെ മുന്നാസ്വാദനമാണ്. അവൾക്ക് ഉത്തരം നൽകാതിരിക്കുന്ന ആ നാഴികയിൽ ക്രിസ്തു തൻ്റെ ആത്മാവ് കൊണ്ട് ഒരു കാലത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കുകയാണ്. ആ കാൽവരിയിലെ തൻ്റെ തന്നെ നിലവിളിയുടെ ശബ്ദത്തെ കേൾക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്കിവിടെ കാണാം. ഈ നിശബ്ദത നമ്മളെ കാൽവരിയുടെ ചുവട്ടിലേക്കൊന്ന് യാത്രയാക്കേണ്ടത് ആവശ്യകതയാണ്. ഈ നിശബ്ദത കാൽവരിയുടെ ചുവട്ടിലേക്ക് നമ്മളെ ഒന്ന് യാത്രയാക്കേണ്ടതും ആവശ്യകതയാണ് എന്നതും ഓർപ്പിക്കട്ടെ. തൻ്റെ വിചാരണയുടെ ഒരു വേളയുണ്ട്. പീലാത്തോസിന്റെ മുന്നിൽ മൗനമായി നിന്നൊരു ക്രിസ്തുവിനെ നമുക്കറിയാം. തന്നെ പരിഹസിച്ചു കൊണ്ടിരുന്ന ഹെറോദോസിന് മുന്നിൽ നിശബ്ദനായി നിന്ന മൗനം പൂണ്ട ഒരു ക്രിസ്തുവുണ്ട്. തന്നെ ആക്ഷേപിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തവരുടെ മുമ്പാകെയും മൗനം പൂകിയ ഒരു ക്രിസ്തുവുണ്ട്. 3 ആണികളിൽ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലായിട്ട് തൂങ്ങിക്കിടന്നപ്പോൾ ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ഭൂമിയിൽ ഇരുട്ട് നിറഞ്ഞ ഒരു സമയം. ആ ഇരുട്ടിൻ്റെ ഭയാനകതയിൽ നിന്നുകൊണ്ട്, വേദനയിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിലവിളിയുണ്ട്. ആ നിലവിളി എലി എലി ലമ ശബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ എന്തിനെ കൈവിട്ടുവോ എന്ന ഉറച്ച നിലവിളിയാണ്. കനാൻകാരി സ്ത്രീ നൽകിയിരിക്കുന്ന ഒരു നിലവിളിയുണ്ടല്ലോ തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ട്, അതിനും അപ്പുറമായുള്ള വേദനയുടെ ഒരു നിലവിളി.
എന്നാൽ ഇവിടെ സ്വർഗം എന്താ ചെയ്തത്? ആ ക്രിസ്തുവിന്റെ കരച്ചിലിന്റെ മുമ്പാകെ സ്വർഗം മൗനം പാലിച്ചു. പിതാവായ ദൈവം ഒരു വാക്കും മിണ്ടിയില്ല. പിതാവാകുന്ന ദൈവം ഒരു വാക്കും മിണ്ടാതെ പുത്രന്റെ നിലവിളിക്ക് മുമ്പാകെ മൗനം പാലിച്ചു. ആ മൗനത്തിന് ചില ദൈർഘ്യം കൂടി. മറ്റൊരു പുലരിയിൽ ദൈവത്തിൻ്റെ മൗനം വിട്ടപ്പോൾ കല്ലറകൾ തുറക്കപ്പെട്ടു. തുറക്കപ്പെട്ട ഉയർപ്പിൻ്റെ ഒരു പ്രത്യാശ നൽകുകയും ചെയ്തു. അവിടെ ദൈവം ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ മനുഷ്യരാശിയുടെ മുഴുവൻ രക്ഷാകര പദ്ധതിയും ഇല്ലാതാകുമായിരുന്നു. തൻ്റെ പുത്രനെ ഓർത്ത് ദൈവം ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ മനുഷ്യരാശിക്ക് ഉണ്ടാകാമായിരുന്ന രക്ഷാകര പദ്ധതി ഇല്ലാതാകുമായിരുന്നു. ആ മൗനം നമുക്ക് നൽകുന്ന ആ ചിത്രവും ഇത് തന്നെയല്ലേ? പാപത്തിൻ്റെ ശമ്പളമായ മരണം, ഒറ്റപ്പെടൽ, ഇതൊക്കെയും ക്രിസ്തു അനുഭവിക്കേണ്ടിയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തു ആദ്യം അവളോട് മൗനം പാലിച്ചു. പിന്നീട് അവൾക്ക് ഉത്തരം നൽകി തൻ്റെ മകൾക്ക് സൗഖ്യം കൊടുക്കുകയും ചെയ്തു. എന്നാൽ കാൽവറിയിൽ പിതാവാകുന്ന ദൈവം ക്രിസ്തുവിനോട് സംസാരിക്കുന്നില്ല. ദൈവം പാലിച്ചിരിക്കുന്ന ആ മൗനം ഒരിക്കലും മാറ്റിയതുമില്ല, ഭേദിക്കപ്പെട്ടതുമില്ല. അന്നേ ദിവസം കനാന്യ സ്ത്രീ ചോദിക്കുകയാണല്ലോ, ആ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്ക് നൽകിയാൽ മതി. ആ നുറുക്ക് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാണ് ആ അപ്പക്കഷ്ണം. ജീവിതയാത്രയിൽ അവൾ ചോദിച്ചത്, ഇസ്രായേലിൻ്റെ മേശയിൽ നിന്ന് ലോകത്തിന് മുഴുവനുമായി പാപപരിഹാരമായി താഴേക്ക് വീഴാൻ പോകുന്ന ആ ജീവന്റെ അപ്പമായ യേശുവിനെയാണ്. ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ജാതം ചെയ്തവൻ, അവനെയാണ് ഈ സ്ത്രീ ചോദിച്ചത്. ഒരു നുറുക്ക് മതി. വിശ്വാസത്തോടുകൂടി ജീവിതയാത്രയിൽ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരണമെന്നും ഓർപ്പിച്ചുകൊള്ളട്ടെ. ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ വായി തുന്നിക്കെട്ടിയ ഇടമാണ് കാൽവറി. മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി പിതാവാം ദൈവം തൻ്റെ വായി തുന്നിക്കെട്ടിയ ഇടമാണ് കാൽവറി എന്നുള്ളതും ഓർപ്പിച്ചുകൊള്ളട്ടെ. കനാന്യ സ്ത്രീയുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ആ മൗനം അവളുടെ വിശ്വാസത്തെ സ്ഫുടം ചെയ്തെടുക്കുമ്പോൾ ജീവിതയാത്രയിൽ, ജീവിത മാർഗത്തിൽ നമുക്ക് നേരെ സ്വർഗം മൗനം പോകിയിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസത്തെ പുതുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നാം മറന്നു പോകുവാനായിട്ട് ഇടയാകരുത്. നമ്മുടെ ജീവിതത്തിൽ സ്വർഗം മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം സ്വർഗം അതിശയിക്കാൻ തക്കവണ്ണം വിധം രൂപാന്തരപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുമ്പോഴും ഉത്തരങ്ങൾ കിട്ടാതെ പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പ്രാർത്ഥനകളുടെ രുചികൾ കുറഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. താമസങ്ങൾ എടുക്കുമ്പോഴും ആ താമസത്തിന് വലിയ മധുരമുള്ള ഒരു ഉത്തരം കിട്ടുമെന്നുള്ളത് നാം മറന്നു പോകാനായിട്ട് ഇടയാകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ, വാതിലുകൾ അടഞ്ഞു നിൽക്കുകയാണെങ്കിലും, വലിയ രോഗങ്ങളുടെയും ഭാരങ്ങളുടെയും പ്രതിസന്ധികൾ പേറിക്കൊണ്ട് ജീവിതയാത്ര നടത്തപ്പെടുകയാണെങ്കിലും നിരാശപ്പെടരുത്. സ്വർഗം മൗനം പാലിച്ചിട്ടുണ്ടെങ്കിൽ മധുരമേറിയത് നൽകുക തന്നെ ചെയ്യും.
നമ്മളെ ഒരു മൂഷയിലിട്ട് സ്ഫുടം ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന വിശ്വാസത്തിൽ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ഇടയാകണം. കനാന്യ സ്ത്രീയുടെ ആ വിശ്വാസം, അവളുടെ ജീവിതം മൗനത്തിൽ നിന്ന് സ്ഫുടം ചെയ്യപ്പെട്ടെങ്കിൽ വിശ്വാസത്താൽ നമുക്കും സാധ്യമായി തീരും. നമ്മുടെ വേദനകൾക്ക് ഉത്തരം നൽകുവാൻ വേണ്ടി എന്നേക്കുമായി മൗനം അനുഭവിച്ച ഒരു ദൈവം കാൽവരിയുടെ പക്കലുണ്ട് എന്നുള്ള ചിന്ത നമ്മെ ഏവരെയും ഭരിക്കുവാൻ തക്കവണ്ണമായിട്ട് ഇടയാകട്ടെ. തൃത്വനാമം മാത്രം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ.